ഹലോ, നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു കിടിലൻ പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്ന് വരുന്ന ഒരു സൊല്യൂഷൻ. പാഴായി പോകുന്ന വസ്തുക്കളിൽ നിന്ന് എങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ സംഖ്യ ഇതൊരു ചെറിയ കളിയല്ല. ഓരോ വർഷവും ലോകം മുഴുവനായി നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണത്തിന്റെ കണക്കാണിത്. ഒന്നാലോചിച്ചു നോക്കിയേ, 130 കോടി ടൺ. അപ്പൊ ഇത്രയും ഭക്ഷണം വെറുതെ കളയുമ്പോൾ എന്ത് സംഭവിക്കും? അത് മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് അഴുകും, അല്ലേ? അപ്പൊ അതിൽ നിന്ന് വരുന്നൊരു സാധനമുണ്ട്, മീഥീൻ. ഇതൊരു ഭയങ്കര പവർഫുൾ ഗ്യാസാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര നല്ലതല്ലാത്ത ഒന്ന്. അപ്പൊ സംഗതി നമ്മൾ വിചാരിക്കുന്നതിലും സീരിയസ് ആണ്. ശരി, പ്രശ്നം മനസ്സിലായി. ഇനി നമുക്ക് നേരെ ഇതിനൊരു അടിപൊളി സൊല്യൂഷൻ കണ്ടെത്തിയ ഒരിടത്തേക്ക് പോകാം. നമ്മൾ പോകുന്നത് ഹൈദരാബാദിലെ ബൊവൻപള്ളി മാർക്കറ്റിലേക്കാണ്. ഇവിടെ വേസ്റ്റ് ഒരു തലവേദനയല്ല, ഒരു നിധിയാണ്. ദിവസം 10 ടൺ അത്രയും പച്ചക്കറി വേസ്റ്റാണ് അവിടെ വരുന്നത്. സാധാരണഗതിയിൽ ഇത് നേരെ മാലിന്യവണ്ടിയിൽ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടും. പക്ഷെ ബോവൻപള്ളിയിൽ അതല്ല നടക്കുന്നത്. അവരതിനെ ക്ലീൻ എനർജിയാക്കി മാറ്റുന്നു. എങ്ങനെയുണ്ടത്? അപ്പോ സംഭവം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ്, കിട്ടുന്ന വേസ്റ്റൊക്കെ ഒരു മെഷീനിലിട്ട് നന്നായി അരച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കും. ഓക്കെ. സ്റ്റെപ്പ് 2, ഈ കുഴമ്പിനെ ഒരു വലിയ അടച്ച ടാങ്കിലേക്ക് മാറ്റും. ഇതിനകത്ത് ഓക്സിജൻ കയറില്ല. അവിടെ കുറേ ബാക്ടീരിയകൾ ഈ കുഴമ്പിനെ കഴിച്ചു തീർക്കും. അതിന്റെ ഫലമായിട്ടാണ് ബയോഗ്യാസ് ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ ഗ്യാസിനെ ഒരു പൈപ്പ് വഴിയെടുത്ത് കറണ്ട് ഉണ്ടാക്കാനും പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യാനും ഉപയോഗിക്കും. കണ്ടോ, എത്ര സിമ്പിളാണ്! വേസ്റ്റ് എനർജിയായി. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ ഒരൊറ്റ പ്ലാന്റ് കാരണം അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുണ്ട്. ദിവസവും 800 പേർക്ക് ഭക്ഷണമുണ്ടാക്കുന്ന ഒരു കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു തരി മാലിന്യം പോലും പുറത്തേക്ക് കളയേണ്ടി വരുന്നില്ല. തീർന്നില്ല, ഇതിൽ നിന്ന് വേസ്റ്റായി വരുന്ന സാധനമുണ്ടല്ലോ, അത് നല്ല ഒന്നാന്തരം വളമാണ്. അതും കർഷകർക്ക് കിട്ടുന്നു. എന്നുവെച്ചാൽ ഒന്നിനും ഒരു നഷ്ടവുമില്ല. ഒരു കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോ ഹൈദരാബാദിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട കഥയല്ല കേട്ടോ. ഇതൊരു ഗ്ലോബൽ മൂവ്മെന്റാണ്. ലോകത്തിന്റെ പല ഭാഗത്തും പലതരം വേസ്റ്റുകൾ ഉപയോഗിച്ച് ആൾക്കാർ ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഇന്നൊവേഷൻസിനു പിന്നിൽ അൽഹാജി സരാജ് ബായെ പോലുള്ള ചില കിടിലൻ സംരംഭകരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, ഇത് വർക്കാവുകയേ വഴിയുള്ളൂ, ഇത് വർക്കായേ പറ്റൂ. ആ ഒരു ഉറപ്പാണ് ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോ സിയറ ലിയോണിൽ അൽഹാജിയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ അദ്ദേഹം തേങ്ങയുടെ വേസ്റ്റ്, അതായത് തൊണ്ടും ചിരട്ടയുമൊക്കെ വെച്ച് കത്തിക്കാനുള്ള കട്ടകളുണ്ടാക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് വിറകിനു പകരം ഇത് ഉപയോഗിക്കാം. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? മരം മുറിക്കുന്നത് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അർജന്റീനയിലേക്ക് പോകാം. അവിടെ ഹോസെ ആൽബർട്ടോ എന്നൊരാളുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് ആപ്പിളിന്റെയും പിയറിന്റെയും ജ്യൂസ് എടുത്തതിനു ശേഷമുള്ള വേസ്റ്റ് ഉപയോഗിച്ച് ബയോലോഗ്സ് എന്ന് പറയുന്ന കത്തിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ആളുകൾ ബാർബിക്യൂ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, വേസ്റ്റ് മാറിയെന്നേയുള്ളൂ, ഐഡിയ സെയിം തന്നെ. ഇനി ഇന്തോനേഷ്യയിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കൂ. അവിടെ ടോഫു ഉണ്ടാക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വെള്ളമുണ്ടല്ലോ, അതുപോലും അവര് വെറുതെ കളയുന്നില്ല. ആ വെള്ളത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കിയിട്ട് 56 വീടുകളിലേക്ക് പൈപ്പ് വഴി പാചകത്തിന് കൊടുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, വെറും വേസ്റ്റ് വെള്ളം കൊണ്ട് എത്ര പേരുടെ അടുപ്പാണ് പുകയുന്നത്? ഓക്കെ, അപ്പോൾ വലിയ മാർക്കറ്റുകളിലും പലതരം വേസ്റ്റുകൾ വെച്ചുമൊക്കെ ഇത് വർക്കാവുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു ചെറിയ ബിസിനസ്സിന്, ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റിനോ അല്ലെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചണോ ഇത് പ്രായോഗികമാണോ? അതിനുള്ള ഉത്തരമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഒരു കിടിലൻ ആശയം, പ്രത്യേകിച്ചും ക്ലൗഡ് കിച്ചൺ പോലുള്ള പുതിയ ബിസിനസ്സുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്ലൂ പ്രിന്റ്. ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഓപ്പൺ സോഴ്സ് ആണ്, ആർക്കും ഉപയോഗിക്കാം. ഇന്ത്യയിലെ റെസ്റ്റോറന്റുകൾ, പ്രത്യേകിച്ച് ഈ ക്ലൗഡ് കിച്ചണുകളൊക്കെ ഒരു നൂൽപാലത്തിലാണിപ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ, പാചകത്തിന് അവർക്ക് LPG വേണം. LPGയുടെ സപ്ലൈ എങ്ങാനും 1-2 ദിവസത്തേക്ക് മുടങ്ങിയാൽ തീർന്നു, അവർക്ക് കട പൂട്ടേണ്ടി വരും. അവിടെയാണ് ഈ ബയോഗ്യാസ് ബാക്കപ്പ് ഒരു സൂപ്പർ ഹീറോയെ പോലെ വരുന്നത്. LPGക്ക് നമ്മൾ പൈസ കൊടുക്കണം, അതിന്റെ വരവ് എപ്പോ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ബയോഗ്യാസ് അങ്ങനെയല്ല. അത് നമ്മുടെ സ്വന്തം വേസ്റ്റിന് ഫ്രീ ആയി ഉണ്ടാക്കാം. അതെപ്പോഴും ഉണ്ടാകും. സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിക്കില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. LPG 100% ഒഴിവാക്കുക എന്നല്ല പറയുന്നത്. അതല്ല ലക്ഷ്യം. ഒരു 30 തൊട്ട് 50% വരെ ഒരു ബാക്കപ്പ്, അത്രേ വേണ്ടൂ.
LPG കിട്ടാതെ മറ്റെല്ലാവരും കട പൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ കിച്ചൺ മാത്രം പ്രവർത്തിപ്പിക്കാൻ ഈ ബാക്കപ്പ് മതിയാവും. അതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഈ സൊല്യൂഷനെ ഇത്രയും കിടിലനാക്കുന്ന കുറച്ച് സ്മാർട്ട് ഐഡിയകൾ കൂടിയുണ്ട്. നമുക്ക് അതുകൂടിയൊന്ന് നോക്കാം. അതിലെ ഏറ്റവും രസകരമായൊരു ട്രിക്കാണ് ചാണകം. ഫുഡ് വേസ്റ്റിന്റെ കൂടെ കുറച്ച് ചാണകം കൂടി ചേർത്താൽ ഗ്യാസ് പ്രൊഡക്ഷൻ ഒരു 20-30% കൂടും. മാത്രമല്ല, സിസ്റ്റം കൂടുതൽ സ്റ്റേബിളാവും. പിന്നെ ചാണകം കിട്ടാനാണെങ്കിൽ വലിയ പാടുമില്ല. ഇതൊരു സിമ്പിൾ പക്ഷേ ബ്രില്യന്റ് ഐഡിയ ആണ്. ഇനി ഇതിനെ കുറച്ചുകൂടി സ്മാർട്ടാക്കാൻ പറ്റും. അതും വളരെ കുറഞ്ഞ ചിലവില്. ടെമ്പറേച്ചറും പ്രഷറുമൊക്കെ അളക്കാൻ കുറച്ച് സെൻസറുകൾ വെക്കുക. ഇതിനെ ഒരു റാസ്ബെറി പൈ പോലത്തെ ഒരു ചെറിയ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. അപ്പോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ഫോണിൽ ഒരു അലേർട്ട് വരും. ഇതിനെല്ലാം കൂടി 6000 രൂപയിൽ താഴെ ആവൂ. ഇനി ഇതിന്റെ മുടക്കുമുതലിന്റെ കാര്യം. സാധാരണഗതിയിൽ ഒരു 1.5 വർഷം മുതൽ 2.5 വർഷത്തിനുള്ളിൽ ഈ സിസ്റ്റത്തിൽ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചുപിടിക്കാം. അത് നോർമൽ സമയത്തെ കാര്യമാണ്. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള വാല്യൂ മനസ്സിലാവുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്. LPG സപ്ലൈ ഇല്ലാതാവുമ്പോൾ, മറ്റുള്ളവർ നഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് തുടരാം. ഒരുപക്ഷെ ഒരു 80,000 രൂപയുടെ ബിസിനസ് വരെ രക്ഷിക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഇത് വെറുമൊരു കണക്കല്ല, അതൊരു ഇൻഷുറൻസാണ്. ഇതിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ ഐഡിയ മുഴുവനും ഓപ്പൺ സോഴ്സാണ്. എന്നുവെച്ചാൽ ഇതിനൊരു മുതലാളിയില്ല, പേറ്റന്റില്ല. ആർക്ക് വേണമെങ്കിലും ഈ ഡിസൈൻ എടുക്കാം, ഉപയോഗിക്കാം, ഇതിലും മികച്ചതാക്കാം. അറിവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതാണ് ഇതിന് പിന്നിലെ ഫിലോസഫി. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ വലിച്ചെറിയുന്ന ഫുഡ് വേസ്റ്റ് എന്നത് വെറുതെ കളയുന്ന എനർജിയാണെങ്കിൽ, മാലിന്യം എന്ന് നമ്മൾ മുദ്രകുത്തിയ വേറെ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇതുപോലൊരു വലിയ സാധ്യത ഒളിഞ്ഞിരിക്കുന്നത്? ഈയൊരു ചോദ്യത്തോടെ നിർത്തുന്നു. അടുത്ത തവണ കാണാം.